കൂട്ടുകാരെ, ഹിന്ദിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അദാഷാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയുടെ ആദ്യ ഭാഗത്തിൽ കവിയെക്കുറിച്ചും കവിതയുടെ ചില പ്രത്യേകതകളെക്കുറിച്ചും വർണ്ണിച്ചിരുന്നു. ഇനി കവിതയുടെ ചില വരികളുടെ പ്രത്യേകതയാണ് നരേഷ് സക്സേന അടുത്ത ഭാഗത്തിലൂടെ പറയുന്നത്. അതിലാദ്യത്തെ പാരഗ്രാഫിലേക്ക് പോകാം. കവിത ലഗാതാർ നഹീ ജാൻനെ ഓർ ജാൻനെ കാ ബയാൻ കർത്തി ഹൈ. കവിത ലഗാതാർ, ഈ കവിത ലഗാതാർ എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട്, കവിത ലഗാതാർ കവിതയിൽ നിരന്തരമായിട്ട് ആവർത്തിക്കുന്നൊരു വാക്കാണ് ഏത്? നഹീ ജാനനെ ഓർ ജാനനെ. നഹീ ജാനനെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറിയില്ല. ഓർ ജാനനെ അറിയാം. ഈ രണ്ട് വാക്കുകൾ നമ്മളെ കവിതയിൽ നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആവർത്തിക്കുന്നു. ബയാൻ കർത്തി ഹെ, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, മൊഴിയുന്നുണ്ട്. ഏതൊക്കെയാണ് വാക്കുകൾ? നഹീ ജാനനെ ഓർ ജാനനെ. നമ്മൾ ആ കവിതയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, വ്യക്തി കോ മേ നഹീ ജാൻതാ താ, ഹതാശാ കോ ജാൻതാ താ. വ്യക്തി കോ മേ നഹീ ജാൻതാ താ, ഹതാശാ കോ നഹീ ജാൻതാ താ. പിന്നീടോ, മുझे वह नहीं जानता था, मेरे हाथ बढ़ाने को जानता था. हम दोनों साथ साथ चले, दोनों एक दूसरे को नहीं जानता था, साथ साथ चलना जानते थे. ഇങ്ങനെ കവിതയിൽ നഹീ ജാന്ന ഓർ ജാന്ന, അറിയുകയില്ല അല്ലെങ്കിൽ അറിയാം എന്നീ വാക്കുകൾ നോക്കുക. എന്താണ് ആ വർണ്ണന? वह मुझे नहीं जानता था, हाथ बढ़ाने को जानता था. हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानता था. ഇവിടെ കവി വരികളിലൂടെ പറയുന്നുണ്ട്, വഹ് മുझे नहीं जानता था. എന്താണ് വഹ് മുझे नहीं जानता था എന്ന് പറഞ്ഞാൽ? വഹ് അവന്, ആ വ്യക്തിക്ക്, മുझे नहीं जानता था എന്നെ അറിയില്ല. നഹി ജാന്ന അറിയില്ല. ആർക്ക്? ഹതാശയായ, വിഷമത്തോട് കൂടിയിരിക്കുന്ന വ്യക്തിക്ക് മുझे नहीं जानता था, അയാൾക്ക് എന്നെ അറിയാമായിരുന്നോ? നഹി. എന്നാലോ ഹാത്ത് ബഡാനെ കോ ജാൻതാ താ. എന്താ ഹാത്ത് ബഡാന എന്ന് പറഞ്ഞാൽ? കൈകൾ നീട്ടുക അല്ലെങ്കിൽ സഹായത കർണ, അല്ലേ? മദത് കർണ. അപ്പോൾ മദത് കർണ, സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹാത്ത് ബഡാന, കൈകൾ നീട്ടിയത്. യത്വോ ജാൻതാ താ, അത് അയാൾക്ക് അറിയില്ലായിരുന്നോ? അപ്പോൾ നോക്കൂ, ഒരേ വരികളിൽ തന്നെ രണ്ട് വാക്കുകൾ. ഏക് മേ കഹാ ഹെ നഹീ ജാൻതാ താ, അറിയില്ലായിരുന്നു. തുടർന്ന് ജാനന എന്ന വാക്കുകൂടി പ്രയോഗിക്കുക. അറിയില്ല, അറിയുക എന്നീ രണ്ട് വാക്കുകൾ രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ എന്ത് ചെയ്തിരിക്കുന്നത്? വളരെ മനോഹരമായിട്ട് കവി പ്രയോഗിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, ഹം ഏക് ദൂസരെ കോ നഹീ ജാൻതേ ഥേ. ഞങ്ങൾക്ക് ഏക് ദൂസരെ കോ, യാനി പരസ്പരം, ഏക് ദൂസരെ കോ എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം, നഹീ ജാൻതേ ഥേ അറിയില്ലായിരുന്നു. ഹം ഏക് ദൂസരെ കോ നഹീ ജാൻതേ ഥേ, ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു. ലേക്കിൻ എന്നാലോ സാത്ത് സാത്ത് ചൽന ജാൻതേ ഥേ. സാത്ത് സാത്ത് ചൽന, ഏക് സാത്ത് ചൽന, ഒരുമിച്ച് സഞ്ചരിക്കുക. സാത്ത് സാത്ത് ചൽന, ഒരുമിച്ച് സഞ്ചരിക്കാൻ, അല്ലെങ്കിൽ സാത്ത് ചൽന, ഒരുമിച്ച് സഞ്ചരിക്കാൻ എന്ത് ചെയ്യുന്നു? ജാൻതേ ഥേ. തോ ഹമേ മാലൂം ഹേ ഹം ഏക് ദൂസരെ കോ നഹീ ജാൻതേ ഥേ. കവി ഓർ ഹതാശ് വ്യക്തി, കവിയും നിരാശനായ വ്യക്തിയും ഏക് ദൂസരെ കോ നഹീ ജാൻതേ ഥേ, പരസ്പരം അറിയുന്ന ആളുകളാണോ? അല്ല. ലേക്കിൻ വോ ജാൻതേ ഥേ, അവർക്കറിയാവുന്ന ഒരു കാര്യം എന്താണ്? സാത്ത് സാത്ത് ചൽന, ഒരുമിച്ചാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, നഹീ ജാന്ന ഒരു ജാന്ന, രണ്ട് വ്യത്യസ്ത തലങ്ങളിലെ അർത്ഥമല്ലേ? എന്നാൽ വളരെ മനോഹരമായിട്ട് ശില്പഭംഗിയോടുകൂടി പ്രയോഗിക്കാൻ ആര് ശ്രമിച്ചിട്ടുണ്ട്? കവി ശ്രമിച്ചിട്ടുണ്ട്. ഇനിയോ അടുത്ത് നോക്കൂ, യഹാ നഹീ ജാന്ന ഓർ ജാന്ന. ഇവിടെ നഹീ ജാന്ന അറിയില്ല, ഓർ ജാനന അറിയുക, രണ്ട് വ്യത്യസ്ത തലത്തിലുള്ള അർത്ഥങ്ങളാണല്ലോ. നഹീ ജാന്ന ഓർ ജാന്ന രണ്ട് വ്യത്യസ്ത തലത്തിലുള്ള അർത്ഥങ്ങളാണ്. കവിതാമേ കിസി ലോകഗീത് കി സ്ഥായി കെ സാത്ത്. ഈ കവിതയിൽ ഈ രണ്ട് വാക്കുകൾ, ഈ കവിതയിൽ ഈ ദോ ശബ്ദ്, ഈ രണ്ട് വാക്കുകൾ, ഏതൊക്കെ രണ്ട് വാക്കുകൾ? നഹീ ജാന്ന ഓർ ജാനന എന്നീ രണ്ട് വാക്കുകൾ കിസി ലോകഗീത്. എന്താ ലോകഗീത് എന്ന് പറഞ്ഞാൽ? നാടോടിപ്പാട്ട്. ലോകഗീത് എന്ന് പറഞ്ഞാൽ എന്താണ്? നാടോടിപ്പാട്ടിൻ്റെ സ്ഥായിക്ക് തര. എന്താ സ്ഥായി എന്ന് പറഞ്ഞാൽ? വായ്ത്താരികൾ. സ്ഥായിക്ക് അർത്ഥം
വായ്ത്താരികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന വരികൾ. ഇപ്പോൾ നാടൻ പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ നാടൻ പാട്ടിൻ്റെ ചില വാക്കുകൾ എന്ത് ചെയ്യാറുണ്ട്, ആവർത്തിച്ച് പറയാറുണ്ട്. ഇപ്പം നമ്മൾ കലാമണിയുടെ പാട്ടുകൾ എടുത്ത് നോക്കൂ, അതിലെ ചില വാക്കുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ആവർത്തിച്ച് പറയാറില്ലേ? ഇപ്പോൾ നമുക്കൊരു വളരെ സുപരിചിതമായൊരു നാടോടി പാട്ടുള്ളൂ കലാമണിയുടെ, ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനച്ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടു ഞാൻ. അവിടെ അങ്ങനെ വാക്കുകൾ, അത്തരം വാക്കുകൾ അത് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്നവൻ്റെ മനസ്സിലേക്ക് എളുപ്പത്തിൽ വരുന്ന വാക്കുകളല്ലേ? അപ്പോൾ ഇങ്ങനെ നാടൻ പാട്ടിൽ എന്ത് ചെയ്യാറുണ്ട്, വായ്ത്താരികളുണ്ട്. വായ്ത്താരികൾ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് പറയുന്ന വാക്കുകൾ. അപ്പോൾ ഈ ആവർത്തിച്ച് പറയുന്ന വാക്കുകൾ എന്ത് ചെയ്യുന്നു, ഓ ലഗാത്താർ നിരന്തരമായിട്ട് ലൗട്ട്താഹെ എന്ത് ചെയ്യാറുണ്ട്, തിരിച്ചെത്താറുണ്ട്. അതുപോലെ തന്നെ ഈ കവിതയിൽ എന്ത് ചെയ്തിരിക്കുന്നു, നഹി ജാന്ന ഓർ ജാന്ന, ഈ രണ്ട് ശബ്ദങ്ങൾ കിസി ലോക് ഗീത് കി സ്ഥായി കെ സമാൻ, ഒരു ലോക് ഗീതിൻ്റെ, ഒരു നാടോടിപ്പാട്ടിൻ്റെ സ്ഥായിയെ പോലെ, വായ്ത്താരികളെ പോലെ ബാർ ബാർ ലൗട്ട്താഹെ, വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നു, ലൗട്ട്താഹെ തിരിച്ചു വരുന്നു അല്ലെങ്കിൽ മടങ്ങി വരുന്നു. ഗദ്യമേ ലിഖി ഹുയി കവിത, ഈ കവിത എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, ഗദ്യഭാഷാ രൂപത്തിലാണ്. കവിത എഴുതിയിരിക്കുന്നത് ഗദ്യഭാഷാ രൂപത്തിൽ എഴുതിയിരിക്കുന്ന ഈ കവിതയിൽ ലിറിക്കൽ യാ ഗീതാത്മകത, ലിറിക്സ് എന്താണ്, ലിറിക്കൽ ഈണങ്ങൾ അല്ലെങ്കിൽ ഗീതാത്മകത, താളബോധം ഇത്തനീ ഗൂബി കെ സാത്ത്, ഇത്രയും ഭംഗിയായിട്ട് ഹിന്ദിക്ക് കിസി കവിതാമേ, ഹിന്ദിയിലെ മറ്റേതെങ്കിലും ഒരു കവിതയിൽ ആയാഹേ വന്നിട്ടുണ്ടോ, യാദ് നഹി ആത്ത, ഓർമ്മ വരുന്നില്ല. ഈ കവിത എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, ഗദ്യഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ആ കവിതയുടെ താളം, ലിറിക്സ്, അതുപോലെ തന്നെ ഗീതാത്മകത, ആ ഗീതബോധം അല്ലെങ്കിൽ പാട്ടിൻ്റെ ഒരു താളമുണ്ടല്ലോ, ആ താളത്തിൻ്റെ ബോധം ഇത്രയും ഭംഗിയായിട്ട്, ഗൂബി എന്ന് പറഞ്ഞാൽ ഭംഗിയായിട്ട്, ഹിന്ദിക്ക് കിസി കവിതാമി ആയ ഹിന്ദിയിലെ മറ്റേതെങ്കിലും ഒരു കവിതയിൽ വന്നിട്ടുണ്ടോ, ഷായദ് യാദ് നഹി ആത്ത, ഒരു പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ഓർമ്മ വരുന്നില്ല എന്നാര് പറയുന്നു, കവി പറയുന്നു. പാരഗ്രാഫിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് കവി പറയുന്നത്, ജൈസെ കിസി गज़ल में आखिरी शेर के आखिरी शब्द श्रोताओं के ज़ुबान में अपने आप से आ जाता है. जैसे किसी गज़ल में, ഗസൽ എന്താണ്, ഗസൽ ഒരു കവിതാശാഖയാണ്. നമ്മളെ മുഗള രാജവംശ കാലഘട്ടത്തിലൊക്കെ രാജാക്കന്മാർക്കിടയിൽ നിലനിന്നിരുന്ന ഒരു കവിതാശാഖയാണ് ഗസലുകൾ. ഹിന്ദിയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഉറുദു ഭാഷയിൽ നിന്നും വന്നിട്ടുള്ള ഒരു കവിതാശാഖയാണ് ഗസലുകൾ. അപ്പോൾ ഇത്തരം ഗസലുകളിൽ ആഖിരി ഷേർ, അവസാന വരികൾ, ആഖിരി ഷേർ എന്ന് എന്താണ്, അവസാന വരികളുടെ ആഖിരി ശബ്ദ്, അവസാന വാക്ക്, ഒരു ഗസലിലെ അവസാന വരിയുടെ അവസാന ശബ്ദം, ശ്രോതാവും കെ ജുബാൻ മേ, കേൾവിക്കാരൻ്റെ നാക്കിലേക്ക്, കേൾവിക്കാരൻ്റെ ജുബാൻ, നാവിലേക്ക്, അപ്നയാപ്പ്, സ്വയം എന്ത് ചെയ്യുന്നു, അപ്നയാപ്പ് എന്ന് പറഞ്ഞാൽ സ്വയം, ആ ജാത്താഹെ എത്തിച്ചേരുന്നു. അപ്പോൾ ഗസലുകൾ കേൾക്കുന്ന ആളുകൾ, ഗസലുകളുടെ അവസാന വരിയുടെ അവസാന ശബ്ദം, ചിലപ്പം ഗസൽ പാടുന്ന ആളുകൾ ആരെ കൊണ്ടാണ് പഠിപ്പിക്കാറ്, അത് കേൾക്കുന്നവരെ കൊണ്ടാണ് പഠിപ്പിക്കാറ്. കാരണം ശ്രോതാക്കളുടെ മനസ്സിൽ ആ വാക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആഴത്തിലായിട്ട് തറഞ്ഞു നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ആ വരികൾ അവരെന്ത് ചെയ്യുന്നു, തിരിച്ചറിയുകയും അവരറിയാതെ പാടിപ്പോവുകയും ചെയ്യുന്നു. അതുപോലെ അതുപോലെ ഇസ് കവിതാക്ക് അന്തിം ശബ്ദ്, ഈ കവിതയുടെ അവസാന വാക്ക് ഏതാണ്, അവസാന വാക്ക് സാത്ത് ചലന, അല്ലേ, ഒരുമിച്ച് സഞ്ചരിക്കുക. ഈ അവസാന വാക്ക്, ആ അന്തിം ശബ്ദ, അവസാന വാക്ക്, പാട് റോക്ക് ലിയാജായ്, അത് വായിക്കുന്നത് റോക്ക് ലിയാജായ്, നിർത്തിയാൽ പോലും, ആ അവസാന ശബ്ദം സാത്ത് ചലന എന്ന വാക്ക് നിർത്തിയാൽ പോലും, സുനനെ വാലെ, കേൾക്കുന്നയാളുകൾ ഖുദ് ഹി പൂരാ കർ ദേംഗെ, സ്വയം അത് പൂർത്തിയാക്കും. ഖുദ് ഹി, സ്വയം തന്നെ, പൂരാ കർ ദേംഗെ, പൂർത്തിയാക്കും. കഹേങ്കെ, എങ്ങനെ പറഞ്ഞുകൊണ്ട്, ജാൻതേ ദേ, അറിയുമായിരുന്നു. എങ്ങനെയാണ്, സാത്ത് ചലന എന്ന് പറഞ്ഞ കവി നിർത്തിയാൽ പോലും, അത് നിർത്തിയാൽ പോലും ശ്രോതാക്കളായ ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ജാൻതേ ദേ എന്ന ശബ്ദത്തോടു കൂടി അത് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ്. അടുത്ത പാരഗ്രാഫിലേക്ക് പോയി കഴിഞ്ഞാലോ,
इस कविता जानना शब्द की रूढ़िग्रस्त अर्थ को पूरी तरह बदल देती है. ഈ കവിത എന്ത് ചെയ്യുന്നുണ്ട്? ജാനന ശബ്ദക്ക്, ജാനന എന്ന ശബ്ദത്തിൻ്റെ വാക്കിൻ്റെ റൂഢീഗ്രസ്ത് അർത്ഥം. എന്താ റൂഢീഗ്രസ്ത് എന്ന് പറഞ്ഞാൽ? പരമ്പരാഗതമായിട്ടുള്ള, പാരമ്പര്യപൂർണമായ, റൂഢീഗ്രസ്ത് പരമ്പരാഗതമായ അർത്ഥത്തെ പൂരി തര മുഴുവനായിട്ട് ബദൽ ദേത്താഹെ മാറ്റുന്നുണ്ട്. ഈ കവിതയിൽ ജാനന എന്ന ശബ്ദത്തിൻ്റെ പാരമ്പര്യമായിട്ടുള്ള അർത്ഥം, അല്ലേ, വ്യക്തിയെ അറിയുന്നത്, നാം, പത്ത, ഉമ്ര, ഓഹദ എന്ന കാര്യത്തെ പൂരി തര മുഴുവനായിട്ട് ബദൽ ദേത്തിയെ മാറ്റുന്നുണ്ട്. ഇസ് കവിതാക്കി പെഹ്ലി ദോ പങ്ക്തിയാം, ഈ കവിതയുടെ ആദ്യത്തെ 2 വരികൾ, പെഹ്ലി ദോ പങ്ക്തിയാം, ആദ്യത്തെ 2 വരികൾ, ഹി അത് തന്നെ, കവി അപ്പനി പൂരി ബാത്ത്, ആ 2 വരികളിലൂടെ തന്നെ കവി എന്ത് ചെയ്യുന്നു? അപ്പനി പൂരി ബാത്ത്, തൻ്റെ മുഴുവൻ കാര്യങ്ങളും കഹ് ദേത്താഹെ പറയുന്നുണ്ട്. ഈ കവിതയുടെ ആദ്യത്തെ 2 വരികളിലൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കവി പൂരി ബാത്ത്, മുഴുവൻ കാര്യവും കഹ് ദേത്താഹെ പറയുന്നുണ്ട്. ശേഷ് പങ്ക്തിയ, ബാക്കിയുള്ള വരികൾ, ശേഷ് പങ്ക്തിയ എന്താണ്? ബാക്കിയുള്ള വരികൾ, ഉസി കഹേ ഗയേക്കോ, ആ പറഞ്ഞിരിക്കുന്നതിനെ, ഉസി കഹേ ഗയേക്കോ, ആ പറഞ്ഞിരിക്കുന്നതിനെ, ഉസി കഹേ ഗയേക്കോ, ആ പറഞ്ഞിരിക്കുന്നതിനെ, ഓർ സഗൻ, ഒന്നുകൂടി ഗാഠതയുള്ളതാക്കുന്നു. ഓർ സഗൻ കാരണം ഒന്നുകൂടി ഗാഠതയിലേക്ക് എത്തിക്കുക, ഒന്നുകൂടി ആഴത്തിലേക്ക്, ശ്രോതാവിൻ്റെ, കേൾവിക്കാരൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്നുകൂടി സഗൻ കർണ, ഗാഠതയുള്ളതാക്കുകയെന്നു, ഓർ ഗഹര കർത്തിഹെ, ആഴത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഏത്? ബാക്കിയുള്ള വരികൾ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ശ്രോതാവിൻ്റെ മനസ്സിലേക്ക് ഒന്നുകൂടി ഗാഠതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഗഹര കർണ, ആഴത്തിലേക്ക് എത്തിക്കുക, ഓർ സഗൻ, ഗാഠതയുളവാക്കുക. കവിതാക്ക സന്ദേശ്, ഇനി കവിതയുടെ സന്ദേശം എന്താണ്? ദോ മനുഷ്യോക്കെ ബീച്ച്, 2 മനുഷ്യന്മാർക്കിടയിൽ, ദോ മനുഷ്യോക്കെ ബീച്ച്, 2 മനുഷ്യന്മാർക്കിടയിൽ, മാനവീയ സംവേദന ഹോന ജറൂരി ഹെ, മാനവീയമായിട്ടുള്ള, മനുഷ്യത്വപരമായ സംവേദനകൾ, വിചാരങ്ങൾ, ചിന്തകൾ, ഹോന ഉണ്ടാകേണ്ടത്, ജറൂരി ഹെ ആവശ്യമാണ്. 2 മനുഷ്യന്മാർക്കിടയിൽ ഏറ്റവും ആവശ്യമുള്ള എന്ത് കണ്ടാണ്? കാര്യമാണ് മാനവീയ സംവേദന ഹോന, മാനവീയമായ സംവേദനകൾ, ചിന്തകൾ, വിചാരങ്ങൾ ഉണ്ടാകുക എന്നതാണ് വളരെ ആവശ്യം. മറിച്ചോ ജാൻകാരിയാം, തിരിച്ചറിവുകൾ, ഇപ്പം നാം, പത്ത, ഉമ്ര, ഓഹദ തുടങ്ങിയ തിരിച്ചറിവുകൾ ജറൂരി നഹി, ആവശ്യമില്ല. 2 മനുഷ്യന്മാർക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? മാനവീയ സംവേദന, അല്ലേ, പരോപകാർ, ദയ, കരുണ, ഇങ്ങനെയുള്ള മാനവീയ സംവേദനമാണ് ഉണ്ടാവേണ്ടത്. മറിച്ച് എന്താവശ്യമില്ല? ജാൻകാരിയാം ജറൂരി നഹി, ജാൻകാരികൾ അത്രേ ആവശ്യമുള്ളതല്ല. കിന്തു എന്നാൽ, ഈ സന്ദേശ്, ഈ സന്ദേശം കവിതാമേ ഉപദേശ് കി തര നഹി ആത്ത, ഈ കവിതയിൽ ഒരു ഉപദേശത്തെ പോലെ എന്ത് ചെയ്യുന്നില്ല? കടന്നു വരുന്നില്ല. കിന്തു ഈ സന്ദേശ്, എന്നാൽ ഈ സന്ദേശം കവിതാമേ ഉപദേശ് കി തര, ഉപദേശത്തെ പോലെ നഹി ആത്ത, വരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ച ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയെക്കുറിച്ചുള്ള ആരുടെ ടിപ്പണി? നരേക് സക്സേനയുടെ ടിപ്പണി. ഇനി പാഠഭാഗം നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണം, കൂടുതൽ ആഴത്തിൽ പാഠഭാഗം വായിച്ച് തന്നെ മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് ഈ പാഠത്തിൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത പാഠത്തിൽ കാണുന്നവരെ ഗുഡ് ബൈ.